എടീ എന്തു പറ്റി? കിടപ്പാണല്ലോ, വയ്യേ? ഞാനേ തലവേദനയാന്നേ 2 ദിവസമായിട്ട്. ഒരു വിഷമ. ഞാൻ അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. കാര്യങ്ങളെന്തായാലും അറിഞ്ഞു കാണുമല്ലോ നിങ്ങളൊക്കെ. അല്ല, അവൾ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ മോനെ കൊണ്ട് വല്ല കുഴപ്പമുള്ളതാണോ ചേച്ചിക്ക് അറിയാൻ പാടില്ല. എനിക്കറിയാലോ നിന്റെ മോനെ, അവനൊരു പാവം ചെറുക്കൻ. അവനൊരു 2ാം കെട്ടുകാരനായി പോവില്ലേ? ആ പെണ്ണിൻ്റെ കല്യാണത്തിന് വന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞാ വേണ്ട വേണ്ട വേണ്ടെന്ന്. അപ്പോൾ അവനത് മാത്രമേ പറ്റുള്ളൂ. അവളെല്ലാണ്ട് കെട്ടില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം ഇങ്ങനെ ആയിപ്പോയില്ലേ. എനിക്ക് ആ പെണ്ണിനെ കണ്ടിനേരെ കണ്ടുകൂടായിരുന്നു. ഇവിടെ വന്നിട്ട് എന്തൊക്കെയായിരുന്നു. ഒരു ദിവസം പോലും വഴക്കില്ലാത്ത ദിവസമില്ല. അവളാന്നേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. എൻ്റെ മോൻ തല്ലിയൊന്നും അടിക്കുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവനിങ്ങനെ ഒരു പാവം പിടിച്ചൊരു ചെറുക്കനില്ല. അതുമായി ഇപ്പോൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. എന്നൊരവസ്ഥയാന്ന് നോക്കി. നാട്ടുകാർ മൊത്തം അറിഞ്ഞു അവളുടെ ഡിവോഴ്സിന് കൊടുത്ത കാര്യം. എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പം അതല്ലേ പറയുള്ളൂ. അവൻ്റെ നല്ലൊരു കല്യാണാചരി, അവന് നല്ലൊരു കുടുംബജീവിതം തന്നെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. മെനകെട്ടപ്പെട്ട് വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയില്ല. എൻ്റെ മോൻ അവളെയും കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ 16ാമത്തെ ദിവസം എൻ്റെ അപ്പം മരിച്ചു. 98 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാവം പിടിച്ച് മനുഷ്യരെ കൊന്നുപോള്. ഇതുപോലൊരു മെനകെട്ട പെണ്ണിനെ എൻ്റെ മോനെ കിട്ടിയല്ലോ. ഞാൻ ആലോചിക്കുക, ഇനിയിപ്പോൾ കോടതി തേങ്ങ വാങ്ങാന്ന് പറഞ്ഞ് നടക്കണം. കെട്ടിക്കൊണ്ട് വന്നപ്പോൾ വല്ല സ്വർണവും കൊണ്ടുവന്നായിരുന്നോ? അവളൊരു 10-35 പാവം കൊണ്ടുവന്നായിരുന്നു. എന്ത് കാര്യം? അത് പിന്നെ ഇവിടെ വീട് പണിയാനും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അച്ഛൻ്റെ കുറച്ച് കടം വീട്ടാനും അവൻ്റെ കടമൊക്കെ വീട്ടാൻ വേണ്ടി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. അതുകൂടെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. അവൾ കൊണ്ടുവന്ന സ്വർണ്ണം അവൾക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. ഇങ്ങനെ 35 പവൻ എന്നൊക്കെ പറഞ്ഞ് എത്ര രൂപയാന്ന് ചോദിച്ചാൽ? ശരിയാ 2 കൊല്ലം മുന്നേ ഇത്ര വിലയില്ലല്ലോ. വിലയുണ്ട്, എന്നാലും ഇത്ര വിലയില്ല. ഇനിയിപ്പോൾ ഈ 35 പവന് ഞങ്ങളുണ്ടാക്കണം. അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ പെരട്ടപ്പെട്ടാണ് എൻ്റെ പോയിട്ട് ചെയ്ത് പോയി. തക്കപോലത്തെ മോനല്ലേ എൻ്റെ മോൻ. പോട്ടടി, സാരമില്ല, നീ കരയാതിരിക്കേ. എന്നിട്ട് അവള് പരാതി കൊടുത്തേക്ക് പീഡനം, എൻ്റെ മോൻ തല്ലിയെന്ന്. അവളെ ആലോചിച്ച് നോക്കി. എൻ്റെ മോൻ പാവല്ലേ. അഥവാ ഇപ്പോൾ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ? അത് ഇവളുടെ കയ്യിൽ പോട്ടുമല്ലായിരിക്കും. ഇവളവനെ പ്രാന്താക്കിയിട്ടായിരിക്കും അവൻ തല്ലി കാണും. വത്സലേച്ചി, നിങ്ങൾ വല്ലതും അറിഞ്ഞ? എന്താടേ? നമ്മുടെ സുമേഷിന്റെ മരുമോളെ ഡിവോഴ്സിന് കൊടുത്ത്. അയ്യോ, എന്തു പറ്റി? ഈ പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. നമ്മളൊക്കെ ദൂരെ സഹിച്ചാണ് ജീവിക്കണത്. വല്ല ബോധമുണ്ട് ഈ പെൺപിള്ളേർക്ക്? എന്ത് പറഞ്ഞ 2ാമത്തിൽ ചെറിയ ഭർത്താവിനോട് ചെറിയൊരു വഴക്കുണ്ടായി അപ്പം അങ്ങ് ഡിവോഴ്സ് കൊടുക്കുന്നത് എവിടെയെങ്കിലും കേൾക്കുന്നതാണ്. എൻ്റെ പൊന്നൂ, സുമേച്ചിക്കാരെയാണ് കരച്ചിൽ കാണുമ്പോൾ എൻ്റെ ജീവിതം പോയില്ലേ. പിന്നെ വേറെ ഒന്നും ആർക്കും ആ പെണ്ണിനേക്കാൾ നല്ല പെണ്ണിനെ നമ്മുടെ ഈ സുമേച്ചിയുടെ മോന് കിട്ടിയാനെ. ഇതൊരുമാതിരി മെനകെട്ടൊരു പെണ്ണ്. എന്ത് കോലാണ് ആ പെണ്ണിനുള്ളത്? ഒരു 10-35 പാവം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്ത്? ഒന്നുമില്ല. അല്ല, ഇതിപ്പോ എന്താ കാരണം അവള് ഡിവോഴ്സ് ചെയ്യാൻ? നമ്മുടെ സുമേച്ചിയുടെ പോലെ അങ്ങാണ്ട് ഒന്ന് തല്ലിയെന്നോ പിടിച്ച് മാന്തിയെന്നോ ഭിത്തിയിലിട്ട് ഒരച്ചെന്നോ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഡിവോഴ്സിന് കൊടുത്തേക്കണത്. പീഡനം എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണത് ഗാർഹിക പീഡനം. നമ്മുടെ കിട്ടിയവരൊക്കെ നമ്മൾ തല്ലാറില്ലേ? ആ ഒരു തല്ല് കിട്ടിക്കഴിയുമ്പോൾ 2 ദിവസത്തേക്ക് ഒരു പിണക്കം കാണിക്കും. എന്നിട്ട് പിന്നെ പഴയ പോലെ ആവണം. പിന്നെ നമ്മൾ ഇത്രയും കാലമൊക്കെ അങ്ങനെയൊക്കെ സഹിച്ചു കേട്ടല്ലേ ജീവിച്ച്. ഒന്ന് പറഞ്ഞ് 2ാമത്തേക്ക് ഡിവോഴ്സ് കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ? അത് നീ പറഞ്ഞത് ശരിയാ. അല്ലേ പിന്നെ ഞാനത് കേട്ടിട്ട് ആ പെണ്ണിന്റെ മോന്ത കണ്ടാലേ അറിയാന്നേ എന്തൊരു അഹങ്കാരം പിടിച്ച സാധനമാണ്. ഇതിന് ക്ഷമയും സാധനമൊക്കെ വേണ്ടേ പെണ്ണുങ്ങളാവുമ്പോ? പിള്ളേലാണ്ട് പെടുകടാകുമ്പോ ഇതൊക്കെ സഹിക്കണം. അല്ല പിന്നെ എന്തോന്നൊക്കെ ആരൊക്കെ അവിടെ കിടന്ന് കാണിക്കണി. എടി മോളെ, നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും. അവനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനില്ലാണ്ട് വളർത്തി തന്നു നിന്റെ അനിയത്തി. അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഇവിടെ പഠിക്കൊക്കെ പോയി വളർത്തിയതാണ്. നിങ്ങൾ നല്ല നിലയിലാവും മാത്രമേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്കവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അമ്മയോട് കൂടെ ചോദിക്കരുത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വല്ലാത്തൊരു പാടാ മോളെ. ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോരാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മുന്നോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കിടക്കുന്നതെന്ന് അറിയാമോ? നാട്ടുകാരോടൊക്കെ നമ്മൾ എന്നാ പറയും? അല്ലെങ്കിലേ നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് ഒരു ദോഷമില്ല. നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറയാറുണ്ട് ഞാൻ വലിയ അഹങ്കാരി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അമ്മയുടെ അതേ അഹങ്കാരമാണ്. മോക്കൊന്നും പറയത്തില്ല നാട്ടുകാർ. എങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ നോക്കും? നീ എന്ത് ആർഭാടമായിട്ടാണ് നിൻ്റെ കല്യാണം ഞങ്ങൾ നടത്തിയത്? നീ ഇങ്ങനൊരു ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കും മോളെ. അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ഞാൻ കുറേ സഹിച്ചു. എനിക്ക് ഗതി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് പറ്റില്ല മോളെ. എനിക്ക് അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവാനായിട്ടല്ല. ഞാൻ ഫോൺ വെക്കാം അമ്മ, ഇനി അമ്മയുടെ സംസാരിക്കാനൊന്നുമില്ല. അല്ലെങ്കിലും അതെ, മൂത്തവക്ക് അവളുടെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. ഒരുമാതിരി വാശിയും ദേഷ്യവും എടുത്തിയാട്ടും എന്നാത്ത ചെന്ന് അവസാനിക്കുമോ? നാട്ടുകാരോട് ഞാൻ എന്നാ പറയും? മകള് ഡിവോഴ്സായിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നാ പറയും ഞാൻ? ഇവളുടെ കുഴപ്പം അതുകൂടെ പറയില്ലേ? ഈ ഒരു കല്യാണം വല്ലതും നടക്കുമോ? എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു വിധി എനിക്ക് തന്നല്ലോ.
ഷോ എന്നാലും എന്നാ നാണക്കേടാമേ ഈ ചേച്ചി ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിപ്പടി ഏർപ്പെടുക. അല്ലെങ്കിൽ എനിക്കറിയാം ചേച്ചിക്ക് ചെറുപ്പം മുതലേ ചെറിയൊരു അഹങ്കാരം കൂടുതലാണ്. എൻ്റെയും കല്യാണം കഴിഞ്ഞല്ലേ, ഞാനും ചേച്ചിയെ പോലെ ഒരു ഭാര്യയല്ലേ. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കെട്ടിയൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഹങ്കാരം കാണിച്ചു കൊടുക്കുന്ന ഇതല്ല, ഇതിന് വലിയ അപ്പുറം ഉണ്ടാവും. എന്നെ പൊന്നു നാണക്കേട്. ഞാനിനി ഇവിടുത്തെ ഏട്ടൻ്റെ വീട്ടുകാരോടൊക്കെ എന്നാ പറയുക, ചേച്ചി ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയെന്നോ? എന്നെ കാരണമെന്ന് പറയാം, ചേച്ചിയുടെ കുറ്റാന്നല്ലേ എല്ലാവരും പറയത്തുള്ളൂ. നാണക്കേട്. എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ. ഒരു കൂടപ്പുറപ്പല്ലേ ഞാൻ, എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നു? ഞാൻ വല്ലതും പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. എന്നാ നാണക്കേടാന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അത്ര പോലും സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാ ഇവിടെ ഉള്ളവർ. ഇവരെന്നെ എന്ത് നന്നായിട്ട് നോക്കുന്നേ. നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നൊക്കെയാന്ന് പറയുക ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നിസാര കളിയാന്നുള്ള വിചാരം. എന്നാ ഞാൻ എടുത്തു ചാട്ടം, അല്ലാണ്ട് പിന്നെ എന്ത് പറയാനമ്മേ. ഞാനിനി എവിടെ എന്തൊക്കെ പറയുന്നു ഞാൻ ആലോചിക്കണം. ഡിവോഴ്സിന് കൊടുത്തു എന്ന് അറിഞ്ഞാൽ തന്നെ നാണക്കേടാവും. എന്ത് കാരണം അമ്മേ പറയുന്നേ? എൻ്റെ കാര്യം കൂടി ചേച്ചിനൊന്ന് ആലോചിച്ചൂടാ. എൻ്റെ അനീതിയുടെ ജീവിതം കൂടെ നോക്കിക്കൂടായിരുന്നു നമുക്ക്?